ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും അനോയിങ് ആയിട്ടുള്ള ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇറിറ്റേറ്റിംഗ് സൗണ്ട്. ഒന്ന് കേട്ട് നോക്ക്. സരിതയുടെ കാര്യമല്ലേ ഞാൻ സരിതയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. കോമൺ ആയിട്ട് മൊത്തത്തിലേ പറഞ്ഞു. ഞാൻ കോമൺ ആയിട്ട് മൊത്തത്തിലാണ് സരിതയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു. തന്റെ അച്ഛനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പോലും കള്ളങ്ങൾ പറയാൻ. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം പറഞ്ഞത്, ഇത്രയ്ക്കും അനോയിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് തൻ്റെ ഡിബേറ്റിന് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഇങ്ങനെ അനോയിങ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം. എനിക്ക് തോന്നുന്നു ആ കൂടെ ഇരിക്കുന്ന മാഡമൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ സൗണ്ടിൻ്റെ വേവ് ലെന്തിനൊത്ത് ഒന്ന് എത്താനായിട്ട്. മടിയില്ലായിരുന്നു. ഇനി ഈ ശ്രീ മുകേഷ് എന്ത് തെറ്റാ ചെയ്തത്? ഈ സ്ത്രീ മുകേഷിനോട് 25,000 രൂപ ചോദിച്ചു, 1 ലക്ഷം രൂപ ചോദിച്ചു. എൻ്റെ പൊന്നു മേഡം, നിങ്ങൾ എത്ര കിടന്ന് പറഞ്ഞാലും മുകേഷിൻ്റെ ഭാര്യ മുകേഷിൻ്റെ ഭാര്യ മുകേഷിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാലും പബ്ലിക് അത് കേൾക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ മത്സരിക്കുന്നത് വലിയൊരു സൗണ്ട് ബോക്സിനോടാണ്. എനിക്ക് ഭയങ്കര സംശയമുണ്ട് ഇദ്ദേഹത്തിൻ്റെ തൊണ്ട എന്തുവാണെന്ന്. ഇത് രാഹുലിൻ്റെ സ്ഥിരം വരിക. ഒരു വരി പറഞ്ഞോട്ടെ. പക്ഷേ ഈ ഫുൾ ഡിബേറ്റ് നമ്മൾ നോക്കിയാലും ഫുൾ ന്യൂസ് നോക്കിയാലും രാഹുൽ പറയുന്ന മാത്രം കേൾക്കാനുണ്ടാവും. കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരാൾക്കും സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ സംസാരിച്ചാൽ അവർ സംസാരിക്കുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം രാഹുൽ ശ്രമിക്കും. ഒരു സെക്കൻഡ് പൂർത്തിയാക്കട്ടെ. സരിത എന്ത് വേണമെങ്കിൽ പറയട്ടെ. സരിതയുടെ വാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളക്കേസ് മുകേഷിനെ കൊടുക്കണോ? സരിത മുകേഷിനെ കുറിച്ച് പറഞ്ഞു കാണും. എൻ്റെ പൊന്നെ, അവസാനം എല്ലാവർക്കും പെടുത്തു. സരിതയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യത്തിലേക്ക് വരാറില്ലേ? ഏതെങ്കിലും രീതിയിൽ മുകേഷിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരു ബലാത്സംഗ കേസിൽ മുകേഷിനെ കള്ളക്കേസ് കൊടുക്കണോ? എന്ത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? സരിത അദ്ദേഹത്തിന്റെ ഭർത്താവ് ഡിവോഴ്സായി വ്യക്തിഗത കാരണം പറഞ്ഞതാണ്. പക്ഷെ അതുകൊണ്ട് വേറെ കള്ളക്കേസ് കൊടുക്കണോ? എന്തൊരു നാടാണിത്? എന്തെങ്കിലും രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും പോയിന്റുകളുണ്ട്, ഇല്ലാന്ന് ആരും പറയുന്നില്ല. ഇപ്പം പല സ്ത്രീകളും ഇപ്പം പുരുഷന്മാർക്കെതിരെ കള്ളക്കേസുകളോ വ്യാജ കേസുകളോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് പുരുഷ സമൂഹത്തിനും പ്രോബ്ലം സൃഷ്ടിക്കും. പലർക്കും, അതായത് നിരപരാധികളായ പലരുടെ എതിരെയും ഇതുപോലെ ഇതുമായിട്ട് കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കാണ്ടിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ? ഇങ്ങനെ കിടന്നാൽ രാഹുൽ എപ്പോഴും ഈ വിക്ടിമിൻ്റെ കൂടെ ഒരിക്കലും നിന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. രാഹുലിൻ്റെ ഏത് ഡിബേറ്റിൽ പോയാലും വിക്ടിമിൻ്റെ കൂടെ, അത് വിക്ടിമിൻ്റെ അടുത്ത് വിക്ടിമിൻ്റെ കൂടെ നിൽക്കേണ്ടതാണെങ്കിൽ പോലും രാഹുൽ നിന്ന് കണ്ടിട്ടില്ല. തെറ്റായ വാദാണെന്നൊന്നും നമുക്കിപ്പോ പറയാൻ കഴിയില്ലല്ലോ. അപ്പോ സ്വാഭാവികമായി മുൻകൂർ ജാമ്യം കിട്ടി അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അന്വേഷണ ഏജൻസിയിൽ കോടതിയൊക്കെ തീരുമാനിക്കേണ്ടതല്ലേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പീഡിപ്പിച്ചവനും റേപ്പ് ചെയ്തവനും ഉമ്മ സ്മൈലി ആരെങ്കിലും അയക്കുവോ? പീഡിപ്പിച്ചവനും റേപ്പ് ചെയ്തവനും ഉമ്മ സ്മൈലി അയക്കുവോ? അതെന്ത് തരം പീഡനമാണ്? ഉമ്മ സ്മൈലി അയക്കുന്ന പീഡനം എന്താണ്? 1 ലക്ഷം രൂപ ചോദിക്കുമോ? 25,000 രൂപ ചോദിക്കുമോ? സമ്മതിക്കുന്നു. മുകേഷിന്റെ വാദം ഞാൻ സമ്മതിക്കുന്നു. അപ്പം മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ വാദങ്ങളും അംഗീകരിക്കണമല്ലോ നിലവിൽ. കാരണം കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണമല്ലോ. മാഡം അത് എത്തിക്കോട്ടെ. പക്ഷേ മാഡം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് കള്ള പരാതിയാണ് സരിത കൊടുത്തതെന്ന് തെളിഞ്ഞു, കോടതി തെള്ളി. മുഖ്യമന്ത്രിക്കെതിരെയാണ് സരിത കള്ളം പറഞ്ഞത്. സരിതക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഇവിടെ ആണിനെതിരെ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകാറുണ്ടോ? ഈ ഒരു പോയിന്റിൽ ഞാൻ രാഹുലിൻ്റെ വാദത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം
ഇപ്പം പല കംപ്ലയിൻസും പലർക്കും എതിരെ വരുന്നുണ്ട്. ഇപ്പം മീനു മുനീർ എന്ന് പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ മലയാളം ഫിലിം ഫീൽഡിലുള്ള എല്ലാവർക്കും എതിരെ കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്ര ജെനുവിനിറ്റി ഉണ്ട്, എത്ര ജെനുവിനിറ്റി ഇല്ല, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പലരും വരുന്നുണ്ട്. നാളെ പുതിയൊരാൾ വന്നിട്ട് വേറൊരാളെ പറ്റി പല പുരുഷന്മാരെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. രാഹുൽ പറഞ്ഞ ഈ പോയിന്റിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പുണ്ട്. പക്ഷെങ്കിൽ രാഹുലിൻ്റെ ഈ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് നമുക്ക് അങ്ങോട്ട് അനോയിങ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് പറയാനുണ്ട് എന്ത് പറയാനുണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാഡം നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് രാഹുലിൻ്റെ ആ ലെവലിലേക്ക് എത്താനായിട്ട്. കാരണം എത്ര ശ്രമിച്ചാലും അയാളുടെ സൗണ്ടിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. നിങ്ങൾ ശരിക്കും ടയേർഡാവും. അതുകൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. മുകേഷിനെ ഇത്ര മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല. മുകേഷിനെ ഇത്ര മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പരാതി നിലനിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. മുൻ ഭാര്യ സരിത, അവർക്ക് ഈവൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന കാലത്ത് പോലും അവർക്ക് അനുഭവിക്കേണ്ടിയിരുന്ന പീഡനങ്ങളെ കുറിച്ച് അവർ വളരെ പബ്ലിക്കായിട്ട് മൊഴി കൊടുത്തതാണ്. അപ്പോ ഏതാണ്ട് സംസ്കാരവും രീതിയും ഒക്കെ ഇത് ജനങ്ങൾക്ക്